Hi all, welcome to Study with PSC LSTS മെയിൻസ് എക്സാമിനേഷൻ പേപ്പർ 2 ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഈ വീഡിയോയിലുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1848 ദത്ത അപഹാര നയപ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുത്ത ആദ്യത്തെ നാട്ടുരാജ്യം ഏത്? സത്താറ. ഇന്ത്യൻ കൗൺസിൽ നിയമം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി 1861 പോർട്ട്ഫോളിയോ സംവിധാനം കൊണ്ടുവന്നത് ആരാണ്? കാനിങ് പ്രഭു. താഴെ പറയുന്നവയിൽ ഏതാണ് 1862 കൗൺസിലിലേക്ക് ലോർഡ് കാനിങ് നാമനിർദ്ദേശം ചെയ്യാത്തത്? മൈസൂരിലെ മഹാരാജാവ്. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വെവ്വേറെ ഇലക്ട്രേറ്റ് ഏർപ്പെടുത്തിയ നിയമം? മിൻഡോ മോർലി പരിഷ്കരണ നിയമം 1909. ഡയാർക്കി സമ്പ്രദായ ഭരണം നടപ്പിലാക്കിയത് ആരാണ്? മൊണ്ടസ്ക്യൂ ചെംസ്ഫോർഡ്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടിയെടുക്കും എന്നു പറഞ്ഞത് ആരാണ്? ബാലഗംഗാധര തിലക്. ഏത് ഹൗസിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ബിൽ അവതരിപ്പിച്ചത്? ഹൗസ് ഓഫ് കോമൺസ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? സാമ്പത്തിക ജനാധിപത്യമില്ലാതെ രാഷ്ട്രീയ ജനാധിപത്യം അർത്ഥശൂന്യമാണെന്ന് അംബേദ്കർ വിശ്വസിച്ചു. താഴെ പറയുന്നവരിൽ ആരാണ് ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിൽ അംഗം അല്ലാത്തത്? വില്യം ബെൻഡിക് പ്രഭു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? ചെംസ്ഫോർഡ് പ്രഭു. ഗാന്ധി ഓൾ ഇന്ത്യ ആൻറ്റി അൺടച്ചബിലിറ്റി ലീഗ് രൂപീകരിച്ച വർഷം? 1932. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം എന്താണ്? ഐക്യം, വിശ്വാസം, ത്യാഗം. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹ. 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ടിൻ്റെ ഏത് സവിശേഷതയാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കാത്തത്? പ്ലൂറൽ എക്സിക്യൂട്ടീവ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 2023-24 ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി? ചൈന. 2011 സെൻസസ് പ്രകാരം പട്ടിക 1 പട്ടിക 2മായി പൊരുത്തപ്പെടുത്തുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. പശ്ചിമ ബംഗാൾ പട്ടികജാതി ജനസംഖ്യയുടെ 2ാമത്തെ ഉയർന്ന പങ്ക്. ബീഹാർ ഏറ്റവും ഉയർന്ന ജനസംഖ്യാ സാന്ദ്രത. മഹാരാഷ്ട്ര ഏറ്റവും ജനസംഖ്യയുള്ള 2ാമത്തെ സംസ്ഥാനം. ഛത്തീസ്ഗഡ് ഏറ്റവും ഉയർന്ന ശിശുമരണ നിരക്ക്. പൊതുമേഖലാ നിക്ഷേപത്തിൻ്റെ പ്രാധാന്യം ആദ്യമായി വെട്ടിക്കുറച്ച പഞ്ചവത്സര പദ്ധതി ഏത്? 9ാമത്തെ. 1969 MRTP നിയമത്തിന് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ഈ നിയമം ആസാം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും ഉൾക്കൊള്ളുന്നു. ദാദാഭായി നവറോജിയുടെ ഡ്രെയിൻ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പരിഗണിക്കുക. താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി ആണ് ശരി. 2, 3, 4. ശരിയായ പ്രസ്താവനകൾ: ഇന്ത്യയെ വികസിപ്പിക്കുന്നതിന് ഇന്ത്യ ഇംഗ്ലണ്ടിന് ഹോം ചാർജുകൾ നൽകി. ബ്രിട്ടീഷ് വ്യാവസായിക വിപ്ലവത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വളരെ കുറഞ്ഞ നിരക്കിൽ ഇന്ത്യ കയറ്റുമതി ചെയ്തു. ബ്രിട്ടീഷ് ഭരണാധികാരികൾ തങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ ഭൂരിഭാഗവും ഇന്ത്യയിൽ ഉപയോഗിക്കാതെ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചയച്ചു. നീതി ആയോഗിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളായി താഴെ പറയുന്നവയിൽ ഏതാണ് പരിഗണിക്കാത്തത്? പഞ്ചവത്സര പദ്ധതികളിൽ സർക്കാരിൻ്റെ നിക്ഷേപ പദ്ധതികൾ നിർദ്ദേശിക്കുക.
1949 ബംഗാൾ ക്ഷാമം സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ബംഗാളിലും സമീപ പ്രദേശങ്ങളിലും ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ വൻ ഇടിവ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവം. താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? 1, 2, 4 ശരി, 3 തെറ്റ്. ശരിയായ പ്രസ്താവനകൾ: നെല്ലിന്റെ വിളവ് മുരടിച്ചെങ്കിലും ഗോതമ്പിന്റെ വിളവ് ഗണ്യമായി മെച്ചപ്പെടുത്തി. കീടനാശിനികളുടെ അമിത ഉപയോഗം. കാർഷിക മേഖലയിലെ വർദ്ധിച്ച അസമത്വം. ഇന്ത്യയിലെ താഴെ പറയുന്ന കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ പരിഗണിക്കുക. ഈ സ്കീമുകളുടെ കാലക്രമം നൽകിയിരിക്കുന്നത്. ഓപ്ഷൻ എ 1, 3, 2, 4. സമ്പൂർണ്ണ ശുചിത്വ ക്യാമ്പയിൻ, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, ആയുഷ്മാൻ ഭാരത്. ഇന്ത്യയിലെ ഭൂപരിഷ്കരണത്തിന്റെ ഭാഗിക പരാജയത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ. ഇവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ ബി 4. ശരിയല്ലാത്ത പ്രസ്താവന: ബ്ലൂ പ്രിന്റിന്റെ അഭാവം എന്തു ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും ഉദ്യോഗസ്ഥർക്ക് നിശ്ചയം ഇല്ലായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിലുള്ള ഇന്ത്യയിലെ വ്യാവസായികവൽക്കരണത്തിന് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? തുണിത്തരങ്ങളിൽ ഇന്ത്യയുടെ വ്യാപാര മിച്ചം മില്ലുടമകൾ വിവേകപൂർവം ഉപയോഗിച്ചില്ല. ഇന്ത്യൻ രൂപ ഡാഷ് മാറ്റാവുന്നതാണ്, കറണ്ട് അക്കൗണ്ടിൽ മാത്രം. മിനിസ്ട്രി ഓഫ് SPI ഇന്ത്യ ഗവൺമെന്റിന്റെ ആനുകാലിക ലേബർ ഫോഴ്സ് സർവേ പ്രകാരം സ്ത്രീ തൊഴിൽ പങ്കാളിത്ത നിരക്ക് താഴെ പറയുന്ന പ്രവണത പിന്തുടരുന്നു. ഇത് 2018 അപേക്ഷിച്ച് 2012-22 ഗ്രാമീണ നഗര മേഖലകളിൽ വർദ്ധിച്ചു. 1, 2 ലിസ്റ്റുകൾ പരിഗണിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അരവിന്ദ് പനഗരിയ ധനകാര്യ കമ്മീഷൻ, MS സ്വാമിനാഥൻ ഹരിത വിപ്ലവം, വർഗീസ് കുര്യൻ ധവള വിപ്ലവം, BVR സുബ്രഹ്മണ്യം നീതി ആയോഗ്. ഇന്ത്യയിലെ മരണങ്ങളിലെ രോഗങ്ങളുടെ ഭാരം നിലവിൽ താഴെ പറയുന്നവയിൽ ഏതാണ് പിന്തുടരുന്നത്? സാംക്രമിക രോഗങ്ങളുടെ ഭാരം സാംക്രമികമല്ലാത്ത രോഗങ്ങളെക്കാൾ കുറവാണ്. ലഖുപതി ദീദി സ്കീമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻ എ 1 മാത്രം. സഹകരണ സ്ഥാപനങ്ങളിലെ സ്ത്രീകളുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിലാണ് പദ്ധതി പ്രാഥമികമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. നബാർഡിന്റെ 2021-22 വർഷത്തേക്ക് അടുത്തിടെ പുറത്തിറക്കിയ ഓൾ ഇന്ത്യ റൂറൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സർവേ പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഗ്രാമീണ കാർഷിക മേഖലയിൽ സാമ്പത്തിക ഉൾപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന ഉപകരണമായി കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉയർന്നു. താഴെ പറയുന്ന വിവരണം പരിഗണിക്കുക. ഒരു സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് 100 ദിവസത്തേക്കെങ്കിലും തൊഴിലുറപ്പ് വേതനം നൽകിക്കൊണ്ട് ഗ്രാമീണ കുടുംബങ്ങളുടെ ഉപജീവന സുരക്ഷ വർദ്ധിപ്പിക്കാൻ ഈ പദ്ധതി ശ്രമിക്കുന്നു. താഴെത്തട്ടിലുള്ള സമീപനത്തിലൂടെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താനും ഇത് ലക്ഷ്യമിടുന്നു. മുകളിലുള്ള വിവരണം താഴെ പറയുന്ന ഏത് സ്കീമിന് അനുയോജ്യമാണ്? MGNREGA. അന്ത്യോദയ മിഷനെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി 1, 2, 3. ശരിയായ പ്രസ്താവനകൾ: വിവിധ സർക്കാർ പദ്ധതികൾ ഗ്രാമപഞ്ചായത്തുകളുമായി സംയോജിപ്പിച്ച് വിഭവങ്ങളുടെ ഫലപ്രദമായ ഉപയോഗം ഉറപ്പാക്കാൻ ഇത് ലക്ഷ്യമിടുന്നു. 2022-23 ദാരിദ്ര്യരഹിത ഇന്ത്യ എന്ന കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കാൻ ഇത് ശ്രമിക്കുന്നു. ഗ്രാമപ്രദേശങ്ങളിലുടനീളമുള്ള വികസന പ്രക്രിയയിലെ പുരോഗതി നിരീക്ഷിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ഉണ്ടാവുന്ന ഫലങ്ങളെക്കുറിച്ച് വാർഷിക സർവേ നടത്താനും ഇത് നിർബന്ധമാക്കുന്നു. പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭ്യയന്റെ ഭാഗം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി 2, 3, 4, 6.
റോഡുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ, ഹോസ്റ്റലുകളുടെ നിർമ്മാണം, മൊബൈൽ ടവറുകൾ സ്ഥാപിക്കൽ, അങ്കണവാടികളുടെ നിർമ്മാണം. വികേന്ദ്രീകൃത ആസൂത്രണത്തിനായുള്ള ജനകീയ ക്യാമ്പയിൻ 1996 ഇന്ത്യൻ സംസ്ഥാനമായ ഡാഷിൽ ആരംഭിച്ചു. കേരളം. ഇന്ത്യൻ ദാരിദ്ര്യരേഖയെ ദരിദ്രരേഖയായി കണക്കാക്കിയത് ആര്? ജീൻ ഡ്രസി. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് MPI അളക്കുന്നതിനുള്ള സൂചകം അല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? തൊഴിൽ നില. MPI അളക്കുന്നതിനുള്ള സൂചകങ്ങളാണ് പാചക ഇന്ധനം, ശുചിത്വം, വൈദ്യുതി. ഇവയിൽ ഏതാണ് നബാർഡിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത്? ഗ്രാമീണ അർദ്ധനഗര പ്രദേശങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് നിക്ഷേപവും ഉൽപാദന വായ്പയും നൽകുന്ന സ്ഥാപനങ്ങൾക്ക് ഒരു അപ്പെക്സ് ഫിനാൻസിംഗ് ഏജൻസിയായി പ്രവർത്തിക്കുക. താഴെ പറയുന്നവ പരിഗണിക്കുക. താഴെ പറയുന്നതിൽ നിന്ന് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. റീജിയണൽ റൂറൽ ബാങ്കുകൾ ഒരു പൊതുമേഖലാ ബാങ്ക് സ്ഥാപിച്ചത്. സഹകരണ ബാങ്കുകൾക്ക് ലാഭമില്ല നഷ്ടവുമില്ല എന്ന അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. വാണിജ്യ ബാങ്കുകൾ ലാഭം ലക്ഷ്യമാക്കി സൃഷ്ടിച്ചതാണ്. പേയ്മെന്റ് ബാങ്കുകൾ ഡെബിറ്റ് കാർഡുകൾ നൽകാമെങ്കിലും ക്രെഡിറ്റ് കാർഡുകൾ നൽകാനാവില്ല. ബിഗ് പുഷ് തിയറി നിർദ്ദേശിച്ചത് റോസസ്റ്റീൻ റോഡൻ. ഇന്ത്യയിലെ പൊതുവിതരണ സംവിധാനത്തിന് കീഴിൽ വരാത്ത ഇനങ്ങൾ ഏതാണ്? ബജ്റ. ഇന്ത്യയിലെ പൊതുവിതരണ സംവിധാനത്തിന് കീഴിൽ വരുന്ന ഇനങ്ങളാണ് അരി, ഗോതമ്പ്, മണ്ണെണ്ണ. ഇന്ത്യയിലെ മൈക്രോ ഫിനാൻസിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി 1, 2, 3, 4. ശരിയായ പ്രസ്താവനകൾ: സമ്പാദ്യം, ക്രെഡിറ്റ്, ഇൻഷുറൻസ്, ബിസിനസ് സേവനങ്ങൾ, ആവശ്യമുള്ള കടം വാങ്ങുന്ന ആൾക്ക് നൽകുന്ന സാങ്കേതിക പിന്തുണ എന്നിവ ഉൾപ്പെടുന്ന ഒരു ചെറിയ സാമ്പത്തിക ഇടനിലയാണ് മൈക്രോ ഫിനാൻസ്. വരാൻ പോകുന്ന വായ്പക്കാരന്റെ ആഗിരണശേഷിയെ അടിസ്ഥാനമാക്കി ഒന്നിലധികം ഡോസുകളിൽ ഉൽപാദനവും ഉപഭോഗ ക്രെഡിറ്റും ചാനൽ ചെയ്യുക എന്നതാണ് മൈക്രോ ഫിനാൻസ് സംരംഭത്തിന്റെ വിശ്വാസം. ഇത് ചാരിറ്റി ബേസിൽ നിന്ന് ത്രിഫ്റ്റ് ബേസിലേക്കും ഒടുവിൽ ട്രസ്റ്റ് ആൻഡ് ക്രെഡിറ്റ് വർത്തിനസ് മോഡലിലേക്കും പരിണമിച്ചു. ബംഗ്ലാദേശിൽ നിന്നാണ് ഇന്ത്യ മൈക്രോ ഫിനാൻസ് എന്ന ആശയം സ്വീകരിച്ചത്. PRIയുടെ ത്രിതല ഘടന ആദ്യമായി അവതരിപ്പിക്കുന്നതിന് താഴെ പറയുന്നവയിൽ ഏത് കമ്മിറ്റിയാണ് ശുപാർശ ചെയ്തത്? ബൽവന്തറായി മേത്ത കമ്മിറ്റി. ഡിജി സക്ഷമിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം. ശരിയായ പ്രസ്താവനകൾ: തൊഴിൽ മന്ത്രാലയത്തിന്റെയും മൈക്രോസോഫ്റ്റ് ഇന്ത്യയുടെയും സംയുക്ത സംരംഭമാണിത്. യുവാക്കളുടെ തൊഴിലവസരം വർദ്ധിപ്പിക്കാൻ ഇത് ലക്ഷ്യമിടുന്നു. ഗ്രാമസഭയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? ഓപ്ഷൻ സി മുകളിൽ പറഞ്ഞവയെല്ലാം. 1, 2, 3. ശരിയായ പ്രസ്താവനകൾ: പ്രാദേശിക ഭരണത്തിൽ പൗരപങ്കാളിത്തത്തിന് ഒരു പ്ലാറ്റ്ഫോം നൽകുക, ഗ്രാമപഞ്ചായത്തിന്റെ സേവന വിതരണത്തെ ക്രിയാത്മകമായി സ്വാധീനിക്കുക, വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സാമൂഹിക ഗ്രൂപ്പുകൾക്കും പങ്കാളിത്തം അസമമാണ്. ജനാധിപത്യപരവും അക്രമരഹിതവുമായ ഒരു ഇന്ത്യയെ വിജയകരമായി വികസിപ്പിക്കുന്നതിൽ ആദ്യം പഴയ പഞ്ചായത്ത് സംവിധാനം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. അവിടെ അധികാരപ്രയോഗം അടിത്തറയിൽ നിന്ന് ആരംഭിക്കണം. അവിടെ ഓരോ ഗ്രാമവും ഒരു റിപ്പബ്ലിക് ആകും. അതിന് ഒരു ഏകീകൃത ഫെഡറൽ ഇന്ത്യയുടെ ഭാഗമായി പൂർണ്ണ അധികാരങ്ങളുണ്ടാകും. ഇത് വിഭാവനം ചെയ്യുന്നത് മഹാത്മാഗാന്ധി. താഴെ പറയുന്നവ യോജിപ്പിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഗ്രാമസ്വരാജ്, ഗ്രാമസ്വയംഭരണം, 73ാം ഭേദഗതി, പഞ്ചായത്തുകളെ ശാക്തീകരിക്കാൻ ഉദ്ദേശിച്ചുള്ള ഒരു ഭരണഘടനാ പരിഷ്കരണ സീരീസ്, വികേന്ദ്രീകരണം, അധികാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് പ്രാദേശിക സർക്കാരുകൾക്ക് കൈമാറുന്ന പ്രക്രിയ, പഞ്ചായത്തി രാജ്, ഉപസംസ്ഥാന തലത്തിലുള്ള സർക്കാരിൻ്റെ 3ാം നിര. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയിൽ ഭരണപരമായ വികേന്ദ്രീകരണം പരിഗണിക്കാൻ ബ്രിട്ടീഷ് ഭരണകൂടത്തെ പ്രേരിപ്പിച്ചത് എന്താണ്?
1857 കലാപത്തിന് ശേഷം കടുത്ത സാമ്പത്തിക സമ്മർദ്ദം. ആർട്ടിക്കിൾ 243 ടിയുടെ പ്രാഥമിക ലക്ഷ്യം ഇതാണ്: മുനിസിപ്പാലിറ്റികളിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കുക. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ പ്രധാന പ്രവർത്തനം എന്താണ്? പ്രാദേശിക ഭരണത്തെക്കുറിച്ചുള്ള മികച്ച രീതികൾ പ്രചരിപ്പിക്കുന്നതിനായി രേഖപ്പെടുത്തുക. താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം കൃത്യമായി പ്രതിനിധീകരിക്കുന്നത്? ഓപ്ഷൻ ഡി 941 ഗ്രാമപഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ, 87 മുനിസിപ്പാലിറ്റികൾ, 6 മുനിസിപ്പൽ കോർപ്പറേഷനുകൾ. മുനിസിപ്പാലിറ്റികളുടെ ചുമതലകൾ കൈകാര്യം ചെയ്യുന്ന 12ാം ഷെഡ്യൂൾ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സംസ്ഥാന ലിസ്റ്റ്. താഴെ പറയുന്നവ പൊരുത്തപ്പെടുത്തി ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ബൽവന്തറായി മേത്ത കമ്മീഷൻ, പഞ്ചായത്ത് ഘടന ജില്ലാ ബ്ലോക്ക് തലങ്ങളിൽ നടപ്പിലാക്കുക. അശോക് മേത്ത കമ്മിറ്റി PRI ഘടനയിൽ ജില്ലാ ഭരണപരമായ യൂണിറ്റായി പ്രവർത്തിക്കുന്നു. GVK റാവു കമ്മിറ്റി ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസ് BDO ഗ്രാമീണ വികസന പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള വിശാലമായ അധികാരങ്ങൾ ഏറ്റെടുക്കണം. K സന്താനം കമ്മിറ്റി പഞ്ചായത്തുകൾക്കും സംസ്ഥാന പഞ്ചായത്തി രാജ് ധനകാര്യ കോർപ്പറേഷനുകൾ സ്ഥാപിക്കുന്നതിനും പരിമിതമായ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള അധികാരങ്ങൾ. ഇന്ത്യയിലെ വികേന്ദ്രീകൃത ഗവൺമെന്റിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി 1, 2, 3 മാത്രം. ശരിയായ പ്രസ്താവനകൾ: ഓരോ 5 വർഷത്തിലും നിർബന്ധിത തിരഞ്ഞെടുപ്പ്, സ്ത്രീകൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും സീറ്റ് സംവരണം, വികസന പദ്ധതികളുടെ കേന്ദ്രീകൃത ആസൂത്രണവും നടപ്പാക്കലും. ഏത് തരത്തിലുള്ള വികേന്ദ്രീകരണമാണ് പ്രാദേശിക കൗൺസിലുകൾക്ക് നയവും നിയമനിർമ്മാണ അധികാരങ്ങളും കൈമാറുന്നത്? രാഷ്ട്രീയ വികേന്ദ്രീകരണം. ഗുപ്ത കാലഘട്ടത്തിൽ പട്ടണങ്ങളുടെ ഭരണത്തിന്റെ ഉത്തരവാദിത്തം ആർക്കായിരുന്നു? കേന്ദ്ര നിയമിത പർപ്പൽ. താഴെ പറയുന്നവയിൽ ഏതാണ് 74ാം ഭേദഗതി നിയമത്തിന്റെ വ്യവസ്ഥയല്ല? ഒരു ദേശീയ നഗര നവീകരണ ദൗത്യം സ്ഥാപിക്കൽ. 1962 സംസ്ഥാനങ്ങളിലൊന്ന് ഗ്രാമം, ഗ്രാം, ബ്ലോക്ക്, ജൻപദ്, ജില്ല, സില തലങ്ങളിൽ പഞ്ചായത്തി രാജിന്റെ ത്രിതല വ്യവസ്ഥകൾ നൽകുന്ന ഒരു നിയമം പാസാക്കി. ഏതായിരുന്നു അത്? മധ്യപ്രദേശ്. ഇന്ത്യയിലെ വികേന്ദ്രീകരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? ഓപ്ഷൻ സി 3 മാത്രം ശരി. ശരിയായത്: സേവനങ്ങളുടെ ഫലപ്രദവും നീതിയുക്തവുമായ വിതരണവും സമഗ്ര വികസനവും കൈവരിക്കുന്നതിന്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മേൽപ്പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രം. ശരിയായ പ്രസ്താവനകൾ: 10ാം പഞ്ചവത്സര പദ്ധതി പ്രകാരം കേരളത്തിലെ വികേന്ദ്രീകരണ പരിപാടി പുനഃക്രമീകരിക്കുകയും കേരള വികസന പദ്ധതി എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. 11ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ പീപ്പിൾസ് പ്ലാനിംഗ് എന്ന ആശയത്തിന് ഊന്നൽ നൽകി കേന്ദ്രീകരണത്തിന്റെ മുഴുവൻ പ്രക്രിയയും നവീകരിച്ചു. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം വിഭാവനം ചെയ്ത പുരാ മോഡൽ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഗ്രാമനഗര വിഭജനം നികത്തൽ. റൂർബൻ എന്ന പുതിയ കേരള നാണയം സൂചിപ്പിക്കുന്നത് രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ഗ്രാമനഗര പ്രദേശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കുറവാണ്. വികേന്ദ്രീകരണ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ താഴെ പറയുന്നവയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി 1, 3, 5 മാത്രം. സ്വയംഭരണം, സ്വയം പര്യാപ്തത, സുതാര്യത. താഴെ പറയുന്നവയിൽ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകിയ കണ്ടെത്തലിന്റെ 3 പ്രധാന ഘടകങ്ങൾ ഏതാണ്? ഓപ്ഷൻ സി 1, 3, 5 മാത്രം. പൊതുമേഖലാ പദ്ധതി, പട്ടികജാതിക്കാർക്കുള്ള പ്രത്യേക ഘടക പദ്ധതി, ട്രൈബൽ സബ് പ്ലാൻ ഫണ്ട്. താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. മുകളിലെ ജോഡികളിൽ ഏതാണ് ശരിയായി പൊരുത്തപ്പെടുന്നത്? ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല.
ജില്ലാ ആസൂത്രണ സമിതി DPCയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി 2ഉം 4ഉം മാത്രം. ശരിയായ പ്രസ്താവനകൾ: MP-മാരും MLA-മാരും അതിൻ്റെ സ്ഥിരം ക്ഷണിതാക്കളാണ്. പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും തയ്യാറാക്കിയ പദ്ധതികൾ ഈ കമ്മിറ്റി ഏകീകരിക്കുന്നു. മൊത്തം ഭൂമിശാസ്ത്രപരമായ വിസ്തീർണത്തിന്റെ ശതമാനത്തിൽ കേരളത്തിലെ മൊത്തം വിളവെടുപ്പ് പ്രദേശം 1980-81 74.24% നിന്ന് 1990-91 77.72% വർദ്ധിച്ചു. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മേൽപ്പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ എ 2ഉം 4ഉം മാത്രം. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ്: ഇത് നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന എല്ലാ ആളുകൾക്കും കുറഞ്ഞത് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പ് നൽകുന്നു. എല്ലാ നഗര വീടുകളിലും താമസിക്കുന്ന വൈദഗ്ധ്യമുള്ളവർക്കും അവിദഗ്ധർക്കും ഇത് കുറഞ്ഞത് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പ് നൽകുന്നു. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ ബി 2 മാത്രം. ശരിയല്ലാത്ത പ്രസ്താവന: 1981 കേരളത്തിൽ ജില്ലാ കൗൺസിലുകൾ സ്ഥാപിക്കപ്പെട്ടു. ഇത് ജില്ലാ തലത്തിൽ ഭരണവികേന്ദ്രീകരണത്തിലേക്ക് നയിച്ചു. ആസൂത്രണ പ്രക്രിയയിൽ വർക്കിംഗ് ഗ്രൂപ്പുകളുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെയും ഒരു ഘടനയുണ്ട്. വർക്കിംഗ് ഗ്രൂപ്പുകളുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെയും വ്യത്യസ്ത ജോഡികൾ ചുവടെ നൽകിയിരിക്കുന്നു. മേൽപ്പറഞ്ഞ ജോഡികളിൽ ഏതാണ് ശരിയായി പൊരുത്തപ്പെടുന്നത്? ഓപ്ഷൻ സി 1ഉം 4ഉം മാത്രം. കാർഷിക വികസനത്തിനായുള്ള ആസൂത്രണം, പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ക്ഷേമം. അധികാര വികേന്ദ്രീകരണത്തിന്റെ ആദ്യ ദശകത്തിലെ കേരളത്തിലെ LSGകളുടെ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി 3 മാത്രം. ശരിയായ പ്രസ്താവന: 1997-1998 സംസ്ഥാന പദ്ധതി വിഹിതത്തിന്റെ 26.23% നിന്ന് 2006-2007 22.54% LSGകൾക്കുള്ള സഹായത്തിന്റെ ശതമാനം കുറഞ്ഞു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി MGNREGS ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഗ്രാമീണ നഗര കുടിയേറ്റം കുറയ്ക്കുന്നതിന്. അടുത്തത് 74-ാമത്തെയും 75-ാമത്തെയും ക്വസ്റ്റ്യൻസ് ഒരു പട്ടിക ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആ പട്ടിക ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 74-ാമത്തെ ചോദ്യം ഇതാണ്: സ്ത്രീകളുടെ വിദ്യാഭ്യാസവും തൊഴിലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ബിരുദം സ്ത്രീകൾക്ക് ജോലി ചെയ്യാനുള്ള സാധ്യത മെച്ചപ്പെടുത്തുന്നു. മുകളിലുള്ള പട്ടിക 1 കാണിച്ചിരിക്കുന്ന കാലയളവിലുടനീളം വിദ്യാഭ്യാസത്തിന്റെ മധ്യനിരയിലുള്ളവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും താഴ്ന്നതും ഉയർന്നതുമായ വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾക്ക് ഉയർന്ന തൊഴിലവസരങ്ങളുണ്ട്. 2018-നും 2021-നും ഇടയിൽ എല്ലാ ഗ്രൂപ്പുകൾക്കും തൊഴിൽ വർദ്ധിച്ചു. എന്നാൽ മിക്കവരും മധ്യനിര വിദ്യാഭ്യാസമുള്ളവർക്കാണ്. ഈ കാലയളവിലെ മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിതിയുടെ വീക്ഷണത്തിൽ വർധനവ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത് എന്താണ്? ഗാർഹിക തലത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി. 40 വർഷത്തിലേറെയായി ജനസംഖ്യാ അനുപാതം വർദ്ധിക്കുന്നതിനും വികസിത രാജ്യങ്ങൾക്ക് തുല്യമായ ഉയർന്ന ആയുർദൈർഘ്യമുള്ളതുമായ ഒരു വയോജന സമൂഹമാണ് കേരളം. നിലവിൽ കേരളത്തിൽ വയോജന പരിചരണം നൽകുന്ന പ്രബലമായ ക്രമീകരണം ഏതാണ്? കുടുംബങ്ങൾ. വിദ്യാഭ്യാസത്തിലും ജോലിയിലും പട്ടികജാതി പട്ടികവർഗ സംവരണത്തിന് വരുമാന പരിധിയില്ല. സമഗ്രമായ വികസനം കൈവരിക്കുന്നതിന് ഇത് ആവശ്യമാണെന്ന് കരുതുന്നത് എന്തുകൊണ്ട്? ജാതി വിവേചനത്തിന്റെ സാമൂഹിക സ്വഭാവം. 2015 അവസാനിച്ച സഹസ്രാബ്ദ വികസന ലക്ഷ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2030 ടാർഗറ്റ് വർഷമായി കണക്കാക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ വികസനത്തിന്റെ വിശാലമായ കാഴ്ചപ്പാടിനെ പ്രതിനിധീകരിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് SDGകളുടെ വിശാലമായ കാഴ്ചപ്പാടിനെ പ്രതിനിധീകരിക്കുന്നു?
ഓപ്ഷൻ എ ഗ്രഹത്തെ സംരക്ഷിക്കുകയും ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യുക. താഴെ പറയുന്നവയിൽ ഏതാണ് സ്ത്രീ ശാക്തീകരണവുമായി നിങ്ങൾ ബന്ധപ്പെടുത്തുക? ഉപജീവന സുരക്ഷ കൈവരിക്കുന്നതിന് പാവപ്പെട്ട സ്ത്രീകളെ അണിനിരത്തുക. വിമൻ ഇൻ ഡെവലപ്മെന്റ് സമീപനം 1970കളിലെ സ്ത്രീകളുടെ വികസനത്തിന് പിന്തുണ നൽകുന്ന ആഗോളവാദത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഫലമായിരുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് വുമൺ ഇൻ ഡെവലപ്മെന്റ് സമീപനവുമായി ബന്ധപ്പെടുത്തുന്നത്? സ്ത്രീകൾക്ക് തൊഴിൽ വിപണിയിൽ പ്രവേശിക്കുന്നതിനുള്ള പരിശീലനം. ട്രേഡ് യൂണിയനിൽ അംഗമാകുന്നതിന് ദരിദ്ര കുടുംബങ്ങളിലെ തൊഴിലാളികളെ സാമൂഹിക മൂലധനം വിപുലീകരിക്കാൻ എങ്ങനെ പ്രാപ്തരാക്കുന്നു? പുതിയ ബന്ധങ്ങൾ രൂപീകരിക്കുന്നതിലൂടെ. വാർഷിക സംസ്ഥാന ബജറ്റിനൊപ്പം ഇന്ത്യ ഗവൺമെന്റ് ഒരു ലിംഗ ബജറ്റ് പ്രസ്താവന നൽകുന്നു. ഏതെങ്കിലും പ്രത്യേക വർഷത്തിലെ ലിംഗ ബജറ്റ് പ്രസ്താവനയിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്? സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയുള്ള ബജറ്റ് എസ്റ്റിമേറ്റുകളും യഥാർത്ഥ ചെലവുകളും. സ്വയം സഹായ സംഘങ്ങളിൽ സംഘടിപ്പിക്കപ്പെട്ട സ്ത്രീകൾക്ക് ഈടില്ലാതെ വായ്പ നൽകാൻ ബാങ്കുകൾ തയ്യാറാവുകയും എന്നാൽ വ്യക്തിഗത സ്ത്രീകൾക്ക് നൽകാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? SHGകളിൽ സംഘടിപ്പിക്കപ്പെട്ട സ്ത്രീകൾ വിവര അസിമട്രി പരിഹരിക്കുന്നു. വികലാംഗരായ ആളുകൾ ഇന്ത്യയിൽ വളരെ താഴ്ന്ന തൊഴിലവസരങ്ങൾ അനുഭവിക്കുന്നു. നാഷണൽ സാമ്പിൾ സർവേ പ്രകാരം 15 വയസ്സിന് മുകളിലുള്ള PWDയുടെ 23% മാത്രമാണ് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത്. പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ ഡാറ്റ പ്രകാരം ഒരേ പ്രായത്തിലുള്ള എല്ലാ ജനസംഖ്യയുടെയും തൊഴിലിൻ്റെ പകുതിയിൽ താഴെയാണിത്. താഴെ പറയുന്നവയിൽ ഏതാണ് PWDയുടെ താഴ്ന്ന തൊഴിൽ നിലവാരം വിശദീകരിക്കുന്നത്? ഓപ്ഷൻ ഡി എയും ബിയും. അനുയോജ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, വിദ്യാഭ്യാസത്തിനുള്ള കുറഞ്ഞ പ്രവേശനം. ിൽ ഏതാണ് നീതി ആയോഗിന്റെ സംരംഭങ്ങൾ? ഓപ്ഷൻ ബി 1, 2, 3 മാത്രം. ഈ അമൃത്, മെഥനോൾ സമ്പദ് വ്യവസ്ഥ, പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ജീവിതശൈലി. ഹരിത കേരളം മിഷനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ ബി 2 മാത്രം. ശരിയല്ലാത്ത പ്രസ്താവന: ജലസംരക്ഷണം, മാലിന്യ സംസ്കരണം, കൃഷി, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ കൈകാര്യം ചെയ്യാൻ 4 സബ്മിഷനുകളുണ്ട്. മുനിസിപ്പാലിറ്റികൾ കൈകാര്യം ചെയ്യേണ്ട 12ാം ഷെഡ്യൂളിലെ 18 ഇനങ്ങളുടെ ഭാഗം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി 1, 3 മാത്രം. റോഡുകളും പാലങ്ങളും, ജനന മരണ രജിസ്ട്രേഷൻ. കേരള സംസ്ഥാനത്തിലെ ഗവേണൻസ് സംരംഭങ്ങളെ സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരി? ഓപ്ഷൻ സി 2, 3, 4 മാത്രം. ശരിയായ പ്രസ്താവനകൾ: നല്ല ഭരണം ഉറപ്പാക്കുന്ന കേരളത്തിലെ LSGകൾക്കുള്ള ഒരു ഡാറ്റ സെൻട്രിക് സൊല്യൂഷനാണ് K-സ്മാർട്ട്. സിറ്റിസൺ ഓൺലൈൻ പോർട്ടൽ ഗ്രാമപഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബിൽഡിംഗ് പെർമിറ്റുകൾ അനുവദിക്കുന്നതിനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് സങ്കേതം. പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? കൗൺസിലർമാരുടെ സീറ്റുകളുടെ എണ്ണം ആയിരിക്കും. ഓപ്ഷൻ സി 3, 4 മാത്രം. ശരിയായ പ്രസ്താവനകൾ: 50. ഒരു മുനിസിപ്പൽ കോർപ്പറേഷന്റെ ജനസംഖ്യ 4 ലക്ഷം കവിയാത്തിടത്ത് ആദ്യത്തെ 4 ലക്ഷത്തിന് 50 പേരും 4 ലക്ഷത്തിൽ കൂടുതലുള്ള ഓരോ 10,000ത്തിനും ഒരാൾ വീതവും ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ പരമാവധി 100 കൗൺസിലർമാർക്ക് വിധേയമായി. വാർഡ് കമ്മിറ്റിയെക്കുറിച്ചുള്ള ഏത് പ്രസ്താവനയാണ് ശരി? ഓപ്ഷൻ എ 1, 2 മാത്രം. ശരിയായ പ്രസ്താവനകൾ: 1 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള മുനിസിപ്പാലിറ്റിയിലെ ഓരോ വാർഡിനും വാർഡ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. വാർഡിലെ കൗൺസിലറാണ് വാർഡ് കമ്മിറ്റിയുടെ ചെയർമാൻ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി 1, 4 മാത്രം. ശരിയായ പ്രസ്താവനകൾ: ജലവിതരണം, മലിനജലം, ഗതാഗതം, പാർക്കുകൾ തുടങ്ങിയ അടിസ്ഥാന നാഗരിക സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനാണ് അമൃത് മിഷൻ ആരംഭിച്ചത്. ഇതൊരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ്. ആസൂത്രണ സമിതിയെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രസ്താവനയാണ് ശരി? ഓപ്ഷൻ ബി 1, 2, 3 മാത്രം. ശരിയായ പ്രസ്താവനകൾ: ഒരു ജില്ലയിലെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും തയ്യാറാക്കിയ പദ്ധതികൾ DPC ഏകീകരിക്കുകയും ജില്ലയ്ക്കായി ഒരു കരട് വികസന പദ്ധതി തയ്യാറാക്കുകയും ചെയ്യുന്നു. ജില്ലാ കളക്ടർ എക്സ് ഒഫിഷ്യോയും കമ്മിറ്റി സെക്രട്ടറിയുമാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് DPC ചെയർമാൻ. താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി. സർക്കാരും പൗരന്മാരും തമ്മിലുള്ള ബന്ധം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഭാഗമാണ് ഗവേണൻസ്. വികേന്ദ്രീകൃത ആസൂത്രണം, പുരോഗതി റിപ്പോർട്ടിംഗ്, ജോലി അടിസ്ഥാനമാക്കിയുള്ള അക്കൗണ്ടിംഗ് ഇവയിൽ മികച്ച സുതാര്യത
കൊണ്ടുവന്ന് രാജ്യത്തുടനീളമുള്ള പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിൽ ഗവേണൻസ് ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച പഞ്ചായത്തി രാജ് മന്ത്രാലയമാണ് ഡാഷ് വെബ് പോർട്ടൽ ഗ്രാമ സ്വരാജ്. ഓപ്ഷനുകളിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് ONDC എന്നാൽ ഓപ്ഷൻ ബി. ഷോപ്പർമാർ, ടെക്നോളജി പ്ലാറ്റ്ഫോമുകൾ, ചില്ലറ വ്യാപാരികൾ എന്നിവർക്കിടയിൽ തുറന്ന കൈമാറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു കൂട്ടം സവിശേഷതകൾ പുറത്തിറക്കിയ കമ്പനി. ഗവൺമെന്റ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് നടത്തുമ്പോൾ താഴെ പറയുന്ന എല്ലാ ഓപ്ഷനുകളും ഒന്നൊഴികെ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങളായി കണക്കാക്കുന്നു. പേയ്മെന്റ്. ഒരു ഗവേണൻസ് സംവിധാനം നടപ്പിലാക്കുന്നതിനായി ഗവൺമെന്റ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് പരിഗണിക്കുമ്പോൾ ഡാഷ് സമയം, ചെലവ്, സങ്കീർണത, സുതാര്യത, പൗരാനുഭവം എന്നിവ കണക്കിലെടുക്കേണ്ട ഘടകങ്ങളാണ്. സേവന നിലവാരം. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ ഈ വർഷം ശരാശരി മഴയുടെ അളവ് 20% കുറഞ്ഞാൽ സംസ്ഥാനത്തെ അരി ഉൽപാദനത്തെ എന്ത് ബാധിക്കും എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ സഹായിക്കുന്ന വിവര സംവിധാനത്തിന്റെ തരമാണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. ഡാഷ് നിയമങ്ങളുടെ ഒരു ശേഖരത്തിലൂടെ തിരയാനും അനുമാന എഞ്ചിൻ എന്ന് വിളിക്കുന്ന നിഗമനങ്ങൾ രൂപപ്പെടുത്താനുമുള്ള ഒരു തന്ത്രം സ്വീകരിക്കുന്നു. എക്സ്പെർട്ട് സിസ്റ്റം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു നിർദ്ദിഷ്ട ഗവേണൻസ് സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള ലക്ഷ്യങ്ങൾ ഉപയോക്താക്കൾക്ക് സെർച്ച് എഞ്ചിനുകൾ, ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ഫോമുകൾ, ഡോക്യുമെന്റുകൾ, ബന്ധപ്പെട്ട വകുപ്പുമായി ബന്ധപ്പെടുന്നതിനുള്ള ഇമെയിൽ സൗകര്യം എന്നിവ പോലുള്ള ഉപകരണങ്ങൾ നൽകുമ്പോൾ അത് ലക്ഷ്യമിടുന്നത് ഡാഷ് ഗവേണൻസ് മെച്യൂരിറ്റി മോഡലിന്റെ നിലവാരമാണ്. ഇടപെടൽ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്